ഹലോ എടാ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിയുടെ വീട്ടിൽ പോയി. രണ്ടാമത്തെ പാർട്ടാണിത്. ഞങ്ങൾ വീട്ടിലെത്തി, സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവുട്ടി പറഞ്ഞു ഞാൻ യൂട്യൂബിലിടാനാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ള അവൾക്കറിയാം. അങ്ങനെ അവൾ കിടന്ന് അലമ്പൊക്കെയായിരുന്നു. പിന്നെ അമ്മൂമ്മയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, അമ്മൂമ്മയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ പോകുള്ളൂ. പിന്നെ അമ്മൂമ്മ കുഞ്ഞാപ്പൂനെ എടുത്ത് വെച്ച് കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം അവർ എപ്പോഴും കാണുന്നതല്ലല്ലോ, ഇടയ്ക്കിടയ്ക്കല്ലേ കാണുന്നുള്ളൂ. അങ്ങനെ അവന് കുറേ നേരം കളിപ്പിച്ചുകൊണ്ടിരുന്ന അമ്മൂമ്മ. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറേ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. ചോറ്, ചിക്കൻ, തോരൻ, അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കഴിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കുതിരയിട്ട് തുടങ്ങുന്നത്. അങ്ങനെ 10 ദിവസം എന്താണെന്ന് തോന്നുന്നു ഉത്സവം. അപ്പം ആ 10 ദിവസത്തിൻ്റെ ആ സമയത്തും ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലിട്ടാണ്. നേരത്തെ അകത്തായിരുന്നു, പുറത്തിട്ടാണ് കെട്ടുന്നത്. സാധനങ്ങളൊക്കെ പുറത്തിട്ടാണ് കെട്ടുന്നത്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഇതാണ് അവരുടെ കുതിരയെടുപ്പ്, തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ കുതിരയെടുപ്പെന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ 2 കരക്കാരുടേതാണ് കുഞ്ഞിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ 8 കരയോ 7 കരയോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അമ്പലമാണ് ആ കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. വീടിൻ്റെ ഫ്രണ്ടിൽ ഏതാണ്ട് ആ കാണുന്നത് ക്ഷേത്രമാണ് അത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ പുറത്ത് കറങ്ങാനായിട്ട് ഇറങ്ങി. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിറങ്ങി. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ, കുഞ്ഞ, മാമി, ചേച്ചി, ചേട്ടൻ, കുഞ്ഞാപ്പൂ എല്ലാവരും ഉണ്ടായിരുന്നു. ദേവുട്ടിയുണ്ട്, ശിവതുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം കറങ്ങി നടന്ന് ദേവുട്ടി ഫോട്ടോസൊക്കെ എടുത്ത് ലൈറ്റൊക്കെ ഇട്ട് വൈബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് അമ്പലത്തിനകത്ത് കയറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുഞ്ഞാപ്പൂന് കുറേ കളിപ്പാട്ടമൊക്കെ നോക്കി അങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ സൈഡിൽ നമ്മുടെ ഈ ഒരു മിക്സഡ് സ്വീറ്റ്സിൻ്റെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തേൻ മുട്ടായി വാങ്ങിയായിരുന്നു. തേൻ മുട്ടായി വാങ്ങി. പിന്നെ വേറെന്തോ വാങ്ങി, വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബക്കറ്റ് നിറയെ ബോംബെ മുട്ടായി വാങ്ങി. പക്ഷെ അത് വെറും ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഫ്ലോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചപ്പോഴത്തേനും ഈ കൊണ്ട് നടക്കുന്ന ആ ഭംഗിയൊക്കെ ഉള്ളൂ. അത് കഴിച്ചപ്പോഴത്തേനും പ്ലാസ്റ്റിക്കിൻ്റെ ചുവ. പിന്നെ അതൊന്നും തിന്നില്ല. പിന്നെ അടുത്ത ഒരു ജ്യൂസ് കടയല്ല, കരിമ്പിൻ ജ്യൂസിൻ്റെ ആ ഒരു ഇത് വാങ്ങിയിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിച്ച്. ഞാൻ നേരത്തെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത് പോയപ്പോൾ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. വെറും വെള്ളമായിരുന്നു, പച്ചവെള്ളം പോലത്തെ ഒരു സാധനമായിരുന്നു. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, കുടിച്ചല്ലേ പറ്റും. പിന്നെ അത് കുടിച്ച്. പിന്നെ അടുത്തൊരു ചേച്ചി മറ്റേ ബബിൾസ് വിടുന്നുണ്ടായിരുന്നു, ബബിൾസ്. പിന്നെ വാങ്ങിച്ചൊന്നുമില്ല, ചുമ്മാ പോയിട്ട് ഷോ കാണിച്ചു തരുമെന്ന് ചോദിച്ച് വീഡിയോ എടുത്തിട്ട് വന്നു. പിന്നെ അമ്മച്ചിയും വിളിച്ച് ഒരു വീഡിയോ എടുത്ത്. അതാണ് അമ്പലം. നമ്മളങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ പരദൂഷണമൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ വായി നോക്കിയിട്ട് വരാണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അതാണ് ശിവരാജു, തൃക്കടവൂർ ശിവരാജു ആനക്കൊട്ടൻ. എൻ്റെ സൈഡിൽ അപ്പുറത്ത് ബാക്കിൽ പോയി. നമ്മൾ നേരത്തെ ഫ്രണ്ടിലാണ് പോയത്, ഇവിടെ ബാക്കിൽ വന്ന് അവിടെയും ഇഷ്ടംപോലെ കളിപ്പാട്ടം. പണ്ടത്തെ ബലൂണാണിത്, കണ്ട ആപ്പിൾ ബലൂണെന്ന് പറയും. പിന്നെ ഈ സ്പൈഡർമാൻ, ഫാനുള്ള സ്പൈഡർമാൻ, അത് കുഞ്ഞാപ്പൂനെ നോക്കിയപ്പോഴത്തേക്കും ഈ ചെറുക്ക് എവിടെയെങ്കിലും വെച്ച് അടിക്കുന്നുള്ളതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ സലിംകുമാറിനെ പോലത്തെ ഒരു ഗ്ലാസ് വാങ്ങിച്ച്, അത് പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്നതായതുകൊണ്ട് അത് മിസ്സാക്കിയില്ല, ഗ്ലാസ് വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ശിവതു എന്നെ ഫോട്ടോ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ എന്നെ ഇട്ട് അലമ്പിക്കൊണ്ടിരുന്നു. പിന്നെ അവളെ ഫോട്ടോ എടുത്തു. ഓക്കെ, ബൈ.